ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ വെല്ലൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വെല്ലൂർ കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ജലകണ്ഠേശ്വര ടെമ്പിളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിയുടെ ഇടതും വലതുമായിട്ട് കാണുന്നത് വെല്ലൂർ ഫോർട്ടിന്റെ നിർമ്മിതികളാണ്. 133 ഏക്കറുള്ള ഈ വെല്ലൂർ ഫോർട്ടിനുള്ളിലാണ് ജലകണ്ഠേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ വെല്ലൂർ ഫോർട്ടിനുള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വെല്ലൂർ കോട്ടയിലെ മെയിൻ എൻട്രൻസ്. വെല്ലൂർ കോട്ടയുടെ കവാടം കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിവിശാലമായ ഒരു ഗ്രൗണ്ടാണ് കാണുന്നത്. 1550 ഈ ക്ഷേത്രം നിർമ്മിച്ചത്. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് ഇവിടുത്തെ ദർശന സമയം. നമ്മൾ ഈ കാണുന്നത് വെല്ലൂർ ഫോർട്ടിന്റെ ഭാഗങ്ങളാണ്. ഞാൻ വെല്ലൂർ ഫോർട്ടിന്റെ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണണം. മെയിൻ എൻട്രൻസിലൂടെ നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് സ്നാക്കും ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ധാരാളം സൗകര്യങ്ങളുണ്ട്. പാർക്കിംഗ് ഫീ 50 റുപ്പീസാണ്. പാർക്കിംഗ് ഫീയുടെ ടിക്കറ്റ് എടുക്കുന്ന ആളാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഈ കാണുന്ന ഫോർട്ടിനുള്ളിൽ ഒരു ടെമ്പിൾ ഉണ്ട്, ഒരു മോസ്ക് ഉണ്ട്, ഒരു ചർച്ച് ഉണ്ട്, പിന്നെ ഒരു മ്യൂസിയം ആണ് ഉള്ളത്. അതിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജലകണ്ഠേശ്വര ടെമ്പിളും പിന്നെ ഇവിടുത്തെ മ്യൂസിയവും ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഫോർട്ടിനുള്ളിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ. വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ജലകണ്ഠേശ്വര ക്ഷേത്രത്തിലേക്ക് നടക്കുവാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ്. സ്വയംഭൂ ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച അമ്പലത്തിന് വെളിയിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന രഥമാണ്. പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് അമ്പലവും ചുറ്റുപാടും കാണാനായിട്ട്. പിന്നെ ഇവിടുത്തെ ക്ഷേത്ര ഗോപുരത്തിന് 100 അടിയിലധികം ഉയരമുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 10 അടിയോളം താഴ്ചയിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിന് എതിർവശമായിട്ട് പൂജാ സാധനങ്ങൾ വിറ്റുകൊണ്ട് ആളുകൾ ഇരിക്കുന്നത് കാണാം. 2013 ജൂൺ 22 മുതൽ തമിഴ്നാട് സർക്കാരാണ് ക്ഷേത്രം ഭരിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്ര ഘടന പരിപാലിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ വിജയനഗര രാജവംശത്തിലെ സദാശിവരായരുടെ കീഴിലായിരുന്ന ചിന്നപ്പൊമ്മി നായകിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഇവിടുത്തെ ശിവലിംഗം സപ്തർഷികളിൽ ഒരാളായ അതിരി പ്രതിഷ്ഠിച്ചതാണ്. ഈ ശിവലിംഗത്തിന് താഴെ വെള്ളമുണ്ടെന്ന് പറയപ്പെടുന്നു. അതിനാൽ ഇവിടുത്തെ ശിവന് ജലകണ്ഠേശ്വരൻ എന്ന പേര് ലഭിച്ചു. നടരാജന്റെയും വിനായകന്റെയും സുബ്രഹ്മണ്യന്റെയും അമ്മന്റെയും ഉപക്ഷേത്രങ്ങളും ഈ ക്ഷേത്രത്തിനുള്ളിലുണ്ട്. കൂടാതെ ക്ഷേത്രത്തിനകത്ത് മടപ്പള്ളി യാഗശാല എന്നിവയും കാണാം. ജലകണ്ഠേശ്വരന്റെ പത്നിയായ ശ്രീ അഖിലാണ്ടേശ്വരി അമ്മയുടെ വിഗ്രഹവും ഈ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിലെ ഗംഗാകിണർ പ്രകൃതിദത്തമായ നീരുറവയാണ്. അത് പുണ്യതീർത്ഥമായി കണക്കാക്കപ്പെടുന്നു. ദേവീ ദേവന്മാരെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അഭിഷേക ജലം ക്ഷേത്രത്തിനുള്ളിലെ ഗംഗാഗൗരി തീർത്ഥ എന്ന പുരാതന കിണറിൽ നിന്നുമാണ് എടുക്കുന്നത്. കാർത്തിക മാസത്തിലെ അവസാന തിങ്കളാഴ്ചയാണ് ഇവിടെ ശിവന് 1008 ശംഖ് അഭിഷേകം നടത്തുന്നത്. ഈ ക്ഷേത്രത്തിലെ മതിലുകൾ, ഗോപുരങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ എന്നിവ വിജയനഗര ചക്രവർത്തിയായിരുന്ന സദാശിവദേവ മഹാരാജാവാണ് നിർമ്മിച്ചത്. ഇവിടെ പ്രാർത്ഥിച്ചാൽ കാശിയിലെ വിശ്വനാഥനെ പൂജിച്ചതിന്റെ ഗുണം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ ശില്പകലകളും ദേവതാരൂപങ്ങളും വളരെ വൈഭവത്തോടുകൂടിയാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ മഹാശിവരാത്രി, തിരുവാതിര, കാർത്തിക മാസത്തിലെ ആഘോഷങ്ങൾ എന്നിവയാണ്. ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്ന വഴി ഇടതുവശത്തായിട്ട് കാണുന്നത് ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപമാണ്. ശിവന്റെയും പാർവതിയുടെയും കല്യാണം ഈ മണ്ഡപത്തിൽ വെച്ചാണ് ആഘോഷിക്കുന്നത്. ദേവീ ദേവന്മാരുടെ ശില്പങ്ങൾ ഒരുപാട് ഈ മണ്ഡപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആനയുടെയും കാളയുടെയും മുഖങ്ങളുള്ള ശില്പങ്ങൾ ഇവിടെയുണ്ട്. 48 പില്ലറുകളാണ് ഈ മണ്ഡപത്തിലുള്ളത്. ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും 4 അടി ഉയരത്തിലാണ് ഈ കല്യാണ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. വിജയനഗര വാസ്തുവിദ്യയുടെ വലിയൊരു ഉദാഹരണമാണ് ഈ ജലകണ്ഠേശ്വര ക്ഷേത്രം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശപ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങള് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നാണ് പോയത്. അന്ന് ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ അമ്പലത്തിലെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം.
അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വെല്ലൂർ ഫോർട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് മ്യൂസിയം ആണ്. ഈ ഗവൺമെന്റ് മ്യൂസിയം ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് 1985 സെപ്റ്റംബർ 6 ലക്ഷ്മണസ്വാമി ടൗൺ ഹാളിലാണ്. പിന്നീട് സ്ഥലപരിധി കുറവ് കാരണം 1999 ഏപ്രിൽ 1 ഈ മ്യൂസിയം വെല്ലൂർ ഫോർട്ടിനുള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. വെല്ലൂർ ഫോർട്ടിനുള്ളിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ഗവൺമെന്റ് മ്യൂസിയം. ഈ മ്യൂസിയത്തിന്റെ പ്രവർത്തന സമയം രാവിലെ 10:30 മുതൽ വൈകുന്നേരം 6:30 വരെയാണ്. പല്ലവ, ചോള, വിജയനഗര സാമ്രാജ്യകാലത്ത് കല്ലിൽ തീർത്ത ശില്പങ്ങളാണ് ഇവിടെ കാണുന്നത്. 16 അടി ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ട്രൈനോസോറസ് ഈ മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. 13-ാം നൂറ്റാണ്ടിൽ കല്ലിൽ തീർത്ത ശില്പങ്ങൾ ഈ മ്യൂസിയത്തിന്റെ പ്രവേശന ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ദേവീ ദേവന്മാരുടെ കല്ലിൽ തീർത്ത ശില്പങ്ങളും നമുക്കിവിടെ കാണാം. 17-18 നൂറ്റാണ്ടുകളിൽ ഫോർട്ടിൽ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന സ്റ്റോൺ ബോൾസ്, കാനൺസ്, ഗൺ പൗഡർ ഫ്ലാസ്ക് മുതലായവ പ്രവേശന ഭാഗത്ത് പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. 8 ഗ്യാലറികളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. ഇവിടുത്തെ പ്രവേശന ഫീസ് 10 റുപ്പീസ് ആണ്. ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 100 റുപ്പീസ് പേ ചെയ്യണം. മ്യൂസിയത്തിനകത്തേക്ക് ചെന്നാൽ 8 ഗ്യാലറികളാണ് ഇവിടെ ഉള്ളത്. അതിൽ നാച്ചുറൽ സയൻസ് ഗ്യാലറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഫ്ലൂയിഡ് പ്രിസർവ്ഡ് സ്പെസിമെൻസ്, ഡ്രൈഡ് സ്പെസിമെൻസ്, ഫോസിൽസ് ഒക്കെ ധാരാളം കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബ്രോൺസ് ഗ്യാലറിയിലാണ്. സൗത്ത് ഇന്ത്യയിലെ ബ്രോൺസ് ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പല്ലവ, ചോള രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാളുകളും കോയിൻസ് ഒക്കെയാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. കൂടാതെ വിനായകന്റെയും വിഷ്ണുവിന്റെയും ശിവന്റെയും നന്ദിയുടെയും ഒരുപാട് ശില്പങ്ങൾ കല്ലിൽ തീർത്ത് നമുക്കിവിടെ കാണാം. ധാരാളം ശിവലിംഗങ്ങൾ ഇവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. വെല്ലൂർ ഫോർട്ടിൽ വന്നിട്ടുള്ള കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ജലകണ്ഠേശ്വര ടെമ്പിളിൻ്റെയും മ്യൂസിയത്തിൻ്റെയും വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.